ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു പുതിയ മോഡൽ നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. ഈ ഫാബ്രിക് നമ്മൾ സെയിൽ ചെയ്യുന്ന മെറ്റീരിയൽ തന്നെയാണ്. റിയ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മെറ്റീരിയലാണ്. 290 കട്ടിൻ്റെ മെറ്റീരിയലാണ്. അപ്പം നമ്മളിത് 4ആയിട്ട് ഇതുപോലെ മടക്കിയിടുവാണ്. ഇത് ഫോൾഡിങ് വരുന്ന സൈഡാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ലെങ്താണ് നൈറ്റിയുടെ മാർക്ക് ചെയ്യേണ്ടത്. 49 ഇഞ്ചാണ് ലെങ്ത് വേണ്ടത്. അതിൻ്റെ കൂടെ 3 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് 52 ഇഞ്ച് 3 ഇഞ്ച് കൂടി ആഡ് ചെയ്ത് നമുക്ക് 52 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ ഒന്ന് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ 15 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ പകുതി 7.5 ഇഞ്ച് മാർക്ക് ചെയ്തു. കൈക്ക് വണ്ണം കുറഞ്ഞ ആളായതുകൊണ്ട് 6 ഇഞ്ച് കൈക്കുഴി ഇറക്കി നമ്മൾ മാർക്ക് ചെയ്തു. അതിനുശേഷം ഇങ്ങനൊരു സ്ട്രെയിറ്റ് ലൈനാക്കി വരച്ചു കൊടുക്കാം. ചെസ്റ്റിൻ്റെ വണ്ണം വരുന്നത് 44 ഇഞ്ചാണ്. അതിൻ്റെ 4/1 11 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിന് ലൂസിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ഇഞ്ച് വേണമെങ്കിലും മാർക്ക് ചെയ്യാം. ഒത്തിരി ലൂസ് വേണമെന്നുള്ളവർക്ക്. പിന്നെ തയ്യൽ തുമ്പായിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്തു. ടോട്ടൽ വരുന്നത് 12.5 ഇഞ്ചാണ്. നമ്മളിവിടെ ഒരു പ്ലീറ്റഡ് നൈറ്റിയാണ് തയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ യോക്കിൻ്റെ ലെങ്ത് വരുന്നത് തയ്യൽ തുമ്പോട് കൂട്ടി 10 ഇഞ്ചാണ്. യോക്ക് നമുക്ക് മാർക്ക് ചെയ്യാം. അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആക്കി വരച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ചെസ്റ്റിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന അതേ അളവ് തന്നെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ താഴെ 12.5 ഇഞ്ച് താഴെയും മാർക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ നിന്ന് മുകളിലേക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. നമ്മൾ കറക്റ്റ് ചതുരമായിട്ടല്ല കൊടുക്കുന്നത്, ചെറിയൊരു റൗണ്ട് ഷേപ്പാണ്. അതുകൊണ്ടിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് ആ ഒരു പോയിന്റിലേക്ക് ഒന്ന് ചരിച്ച് വരച്ച് കൊടുക്കാം. കണ്ടോ? എന്നിട്ട് ഇത് തമ്മിലൊന്ന് കൂട്ടി യോജിപ്പിക്കാം. ഇനി ബാക്കി വരുന്ന പോർഷൻ ഇത് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഇതുപോലെ ഒന്ന് നീട്ടി വരച്ചു കൊടുക്കാം. ചരിച്ച് തന്നെ കൈക്കുഴി ഇവിടുന്ന് 1 ഇഞ്ച് ഇതുപോലെ ചരിച്ച് പിടിച്ചിട്ട് കൈക്കുഴിയുടെ ഇത് മാർക്ക് ചെയ്ത് നമുക്കിതുപോലെ ഒന്ന് കർവ് ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. നെക്കൊക്കെ പിന്നീടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. നെക്കിന് ഞാൻ വീതി കൊടുക്കുന്നത് 3 ഇഞ്ചാണ് വീതി വരുന്നത്. ആൾക്കാരുടെ വണ്ണത്തിനനുസരിച്ച് അത് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. അതുപോലെ ബാക്ക് നെക്ക് 3 ഇഞ്ചാണ് ഇറക്കുന്നത്. ഇങ്ങനൊരു ബോക്സ് ആക്കി വരച്ചിട്ട് നമുക്ക് ചതുരമോ വട്ടമോ ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുത്ത് വരച്ചെടുക്കാം. ഞാൻ ഇവിടെ റൗണ്ട് ഷേപ്പ് തന്നെയാണ് കൊടുക്കുന്നത്. ഇനി യോക്ക് പാർട്ടും അതിൻ്റെ ബോഡി പാർട്ടും തമ്മിൽ കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇതിന് ശേഷം ഇതിൻ്റെ നെക്കെല്ലാം കട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്ലീവ് വരച്ചിട്ടില്ല, സ്ലീവും വരച്ച് കട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ നൈറ്റി മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. കോൺടാക്റ്റ് നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് സ്ലീവിൻ്റെ മാർക്കിങ്ങും കട്ടിങ്ങും കാണാം. 7.5 ഇഞ്ചാണ് കൈക്ക് ഇറക്കം വേണ്ടത്. അത് മാർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പൂടെ കൂട്ടി 8.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആക്കി ഇതുപോലെ വരയ്ക്കാം. എന്നിട്ട് അവിടെ നിന്ന് താഴേക്ക് 3.5 ഇഞ്ച് കൈക്കുഴിക്ക് വേണ്ടിയിട്ടുള്ള ഇറക്കം മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മുടെ കൈയുടെ വണ്ണം
കൈയുടെ വണ്ണം 6 ഇഞ്ചാണ്. അതിതുപോലെ മാർക്ക് ചെയ്തു. അതുപോലെ തയ്യൽ തുമ്പും നമ്മളിതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. 1.5 ഇഞ്ചാണ് ഞാൻ കൂടുതൽ എക്സ്ട്രാ ഇടുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയല്ലോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് ആ കർവ്ഡ് ഷേപ്പ് ഒന്ന് വരച്ച് കൊടുക്കാം. കണ്ടോ? അപ്പോൾ ആ സ്ലീവ് മാർക്കിങ് കഴിഞ്ഞു. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി യോക്ക് പാർട്ട് കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇത് ഫ്രണ്ടും ബാക്കും ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത്. നെക്ക് ഞാൻ പിന്നീടാണ് കട്ട് ചെയ്ത് മാറ്റാറുള്ളത്, ഒരുമിച്ച് കട്ട് ചെയ്യാറില്ല. ഇത്രയും തുണി വേസ്റ്റായി പോകുമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ ഒരു ചെറിയൊരു സ്ലോപ്പ് ഇതുപോലെ വരച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഷോൾഡറിൽ നിന്നൊരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ വരച്ചു. എന്നിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. ഇനി ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ചെയ്തിട്ട് ബാക്കിൻ്റെ നെക്ക് വെട്ടിയെടുക്കാം. ആർക്കെങ്കിലും നൈറ്റി മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയും അല്ലാതെ കൊറിയറായിട്ടും അയച്ചു കൊടുക്കുന്നുണ്ട്. മിനിമം ക്വാണ്ടിറ്റി എന്നൊന്നില്ല, എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. മിനിമം 10 പീസിൽ കൂടുതൽ എടുക്കുന്നവർക്കാണ് ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കുന്നത് എന്ന് മാത്രം. അല്ലാത്തവർക്ക് റീറ്റെയിൽ റേറ്റിലാണ് കൊടുക്കുന്നത്. അതുപോലെ കസ്റ്റമൈസ്ഡ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തും കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ നെക്ക് കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ക്യാൻവാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ചു. എന്നിട്ട് 3 ഇഞ്ചാണ് നെക്കിൻ്റെ വീതി. അതിൻ്റെ ഇറക്കം 6 ഇഞ്ചാണ്. അതും ഇതുപോലെ താഴേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈനാക്കി വരച്ച് മാർക്ക് ചെയ്യുന്നു. ഇതൊരു ബോക്സായിട്ട് വരച്ചെടുക്കാം. എന്നിട്ട് ഒരു ചെറിയൊരു റൗണ്ട് ഷേപ്പായിട്ട് നമുക്കിതിൻ്റെ സൈഡ് വശം ഒന്ന് വരച്ചെടുക്കാം. ഇനി 1.5 ഇഞ്ച് വീതി ഇട്ടുകൊണ്ട് നമ്മൾ ആ വരച്ച നെക്കിൽ നിന്നും പുറത്തേക്ക് 1.5 ഇഞ്ച് ഇട്ടുകൊണ്ട് ഇതുപോലെ മാർക്ക് ചെയ്യാം. കറക്റ്റായിട്ട് എല്ലാ വശങ്ങളും ഒരേപോലെ ആയിരിക്കണം. എന്നിട്ട് ആ മാർക്ക് ചെയ്ത ലൈനുകളെല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഒരു ഷേപ്പാക്കി എടുക്കാം. ഇത് നൂർത്ത് വെച്ച് നമുക്കൊരു ബോക്സ് ഷേപ്പ് വരച്ചെടുക്കാം. ഇപ്പുറത്തെ സൈഡും അതേപോലെ തന്നെ 3 ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് ആ ഷേപ്പിൽ വരച്ചെടുക്കാം. ഇനിയാണ് നമ്മൾ ആ നെക്കിൻ്റെ ആ ഡിസൈൻ വരച്ചു കൊടുക്കാൻ പോകുന്നത്. വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ അതിൻ്റെ നെക്കൊന്ന് വരച്ചെടുക്കാം. ഇനി ഇത് കട്ട് ചെയ്ത് മാറ്റാം. ഈ 2 പീസാണ് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്. പ്ലെയിനായിട്ടുള്ള ഈ ഒരു നീല തുണിയാണ് ഞാൻ നെക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു പോർഷൻ ഇതുപോലെ വെച്ച് നമുക്കൊന്ന് ആ തുണിയൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഞാനിപ്പോൾ കറക്റ്റ് ഷേപ്പൊന്നും കട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ.
ഇനി പൈപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ നൈറ്റി പീസിൻ്റെ ബാക്കി വന്ന തുണിയിൽ നിന്ന് തന്നെ ഇതുപോലെ ഒരു 1 അല്ലെങ്കിൽ 1.5 ഇഞ്ച് വീതിയിൽ ഇതുപോലെ നല്ല നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നൈറ്റി മെറ്റീരിയൽ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.